ഹായ് ഗായ്സ്, ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ. ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളൊന്ന് കണ്ടു നോക്കിയാലോ? കുട്ടികൾക്കെല്ലാം വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു കേട്ടോ. മുതിർന്ന കുട്ടികൾ തുടങ്ങി ചെറിയ കുട്ടികൾ വരെ വിഷു കൈനീട്ടം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണേ. അവരുടെ പിഗ്ഗി ബാങ്കിലേക്ക് ഒരു ചെറിയ എമൗണ്ട് ആയല്ലോ. അടുത്തത് ചെറിയൊരു ഫോട്ടോ സെഷൻ ആയിരുന്നേ. സിംഗിളായും ഗ്രൂപ്പായും ഫാമിലി ആയിട്ടൊക്കെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നമ്മുടെ ആഘോഷങ്ങളുടെ ചെറിയൊരു ഓർമ്മക്കുറിപ്പാണല്ലോ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം. അപ്പോൾ ഫോട്ടോസിന് പോസ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും എടുക്കാതെ എന്താഘോഷം അല്ലേ? ഈ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്തെന്നറിയോ? ചെറിയ കുട്ടികളെയൊക്കെ അടക്കിയിരുത്തിയും അവർ ചിരിപ്പിക്കുകയൊക്കെയാ. ഞങ്ങൾ 5 ഫാമിലി ഫ്രണ്ട്സ് കൂടിയിട്ടാണ് ഈ വർഷത്തെ വിഷു ആഘോഷിച്ചത്. പിന്നെ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് ഓരോ ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. കറികളായി അവിയല്, സാമ്പാർ, പച്ചടി, മോരുകറി, ഇഞ്ചിക്കറി എന്നിവയും പിന്നെ പപ്പടവും പഴവും പായസവും ഉണ്ടായിരുന്നു. പായസം ഞങ്ങൾക്ക് 2 തരം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസവും അരിപ്പായസവും. കുട്ടികൾക്കെല്ലാം ആദ്യമേ തന്നെ ഭക്ഷണം കൊടുത്ത ശേഷം പിന്നെ മുതിർന്നവരെല്ലാം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളാരും പ്യുവർ വെജിറ്റേറിയൻ അല്ലാത്തത് കൊണ്ടേ ഒരു നോൺ വെജ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേതാണ് ആ നോൺ വെജ് എന്നല്ലേ? പോർക്ക് ഫ്രൈ ആയിരുന്നേ. പിന്നെ തോരനും മാംഗോ പിക്കിളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തൊരുമിച്ച് കൂടുകയും കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം ചെലവഴിച്ചു കേട്ടോ. പിന്നെ നല്ല ആംബിയൻസ് ആയിരുന്നേ. മുന്തിരി വള്ളികളും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസ്. അങ്ങനെ ഫൈനലി ആ ആംബിയൻസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ സ്ത്രീജനങ്ങൾ മാത്രമുള്ള ഒരു സ്വകാര്യ നിമിഷം. എന്താ അല്ലേ? അല്ല, ഈ കിച്ചപ്പന് മാത്രമേ ഇവിടെ ഉത്തരവാദിത്വം ഉള്ളല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഈ വിഷു ആഘോഷങ്ങൾ കിച്ചപ്പൻ എന്ന് വിളിക്കുന്ന ക്രിസ്റ്റഫറിൻ്റെ വാക്കും കൂടെ കഴിഞ്ഞ് തീരുവാണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.